ഹലോ വ്യൂവേഴ്സ്, ഇൻഷുർ ഫസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു സർവീസിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. LIC പോളിസി സർവീസിംഗ് ആണ്, അതായത് സെയിലല്ല, പോളിസി സർവീസിങ്. കഴിഞ്ഞ ആഴ്ച പോയതാണ്. അപ്പോൾ അവർക്ക് വന്നിട്ട് കാലാവധിയായി പോളിസി. അപ്പോൾ അവർക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല, അവരെ വിളിച്ചാൽ കിട്ടില്ല. എൻ്റെ കസ്റ്റമർ അല്ല. അപ്പോൾ എൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവും, എൻ്റെ കസ്റ്റമർ അല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അഡ്രസ്സ് തിരഞ്ഞ് നേരിട്ട് പോകേണ്ടി വന്നു. സ്ഥലമോ കസ്റ്റമറുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ അത് അവരുടെ സ്വകാര്യത മാനിച്ച് ഞാൻ പറയുന്നില്ല. അത് കുറച്ച് ഉൾപ്രദേശമാണ്. അപ്പം ഞാൻ അന്വേഷിച്ച് പിടിച്ച് അവിടെ പോയപ്പോൾ അവർ ആ ലൊക്കേഷനിൽ നിന്ന് മാറി, അവരവിടെ താമസിക്കുന്നില്ല, അവിടെ നിന്ന് അവർ മാറി എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ LICയിൽ നിന്ന് അയക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ പുതിയ താമസ സ്ഥലം എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ അവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പുതിയ താമസ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നു. ഞാൻ അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു വനപ്രദേശത്തിൻ്റെ അടുത്താണത്, അതായത് ഒരു മലയടിവാരമാണ്, വനപ്രദേശത്തിൻ്റെ അടുത്താണ്. കാട്ടാനയൊക്കെ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണ് അത്ര. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. കാരണം എൻ്റെ കസ്റ്റമറല്ല, എന്നിട്ട് കൂടി നമ്മളൊരു സർവീസിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി. ഇത് വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് LICക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സർവീസും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, ഡോർ സ്റ്റെപ്പിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ കസ്റ്റമർക്ക് അദ്ദേഹത്തിന് വയ്യ. അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. 2-3 വർഷം മുമ്പ് അദ്ദേഹത്തിന് വയ്യാണ്ടായി, ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിട്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റാണ്. വൈഫും മോളുമാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഈ പോളിസീൻ്റെ കാലാവധി എത്തിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എത്തിയോ LIC പോയി ചോദിക്കണോ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു വീട്ടിൽ. പക്ഷേ അവരതൊന്നും ചോദിക്കാനൊന്നും മെനക്കെട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയപ്പോൾ വേഗം അദ്ദേഹം ബോണ്ടും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് തന്നു. അപ്പോൾ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് ഇവിടെ LIC ഓഫീസിൽ അവരുടെ സിഗ്നേച്ചറൊക്കെ വാങ്ങി LIC ഓഫീസിൽ സംഭവം എത്തിച്ചു കൊടുത്തു. ഒരു 2-3 ദിവസങ്ങളിൽ അവർക്ക് അതിൻ്റെ സെറ്റിൽമെൻറ്റ് എമൗണ്ട്, ക്ലെയിം എമൗണ്ട് കയറും. ഇത് ജീവൻ ആനന്ദ് പറഞ്ഞ പോളിസി ആയിരുന്നു. അതുകൊണ്ട് ആ ജീവൻ ആനന്ദിന് എക്സ്റ്റെൻഡഡ് കവറേജും കൂടി ഉണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ എഗെയിൻ ബോണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലൈഫ് ലോങ് എഗെയിൻ ഇതേ സം അഷ്യൂർഡ്, എത്ര രൂപയുടെ പോളിസിയാണോ അത്ര രൂപയുടെ കവറേജ് തന്നെ വീണ്ടും 100 വർഷത്തേക്ക് അവർക്ക് ലഭിക്കും. അതിന് ശേഷം അത് വന്നിട്ട് നോമിനിക്ക് ലഭിക്കും ആ തുക, ആ സം അഷ്യൂർഡ് തുക. ഇപ്പോൾ കസ്റ്റമർ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലശേഷവും ആ ഒരു പോളിസി പ്രയോജനപ്പെടും. അങ്ങനെയുള്ളൊരു പോളിസിയാണ് ജീവൻ ആനന്ദ് എന്നുള്ളത്. ആ പോളിസിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. വളരെ നല്ല പോളിസിയാണ്. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ കസ്റ്റമർ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ പോളിസീൻ്റെ നമ്മുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ LICയിൽ അറിയിച്ചിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ, പുതിയ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യിക്കുക. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞ് കത്ത് റീഡയറക്റ്റ് ചെയ്ത് വാങ്ങുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക LICയിൽ പറഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെസ്സേജായിട്ട് വരും. ആ സമയത്ത് നമുക്കത് അറിയാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഏജൻറ്റിനെ അല്ലെങ്കിൽ അടുത്തുള്ള LIC ഓഫീസിൽ നിങ്ങളുടെ ബോണ്ട് ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് LICയിൽ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതിൻ്റെ കാലാവധി എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഇതിപ്പോൾ ആ കസ്റ്റമർക്ക് നമ്മൾ ആ സമയത്ത് എത്തി, എന്തുകൊണ്ട് ആ സമയത്ത് എത്തിപ്പെട്ടു, അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അവർക്ക് ആ പൈസ ഉപകാരപ്പെട്ടു. ഇത് നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച ശേഷമാണ് ഈ പൈസ കിട്ടുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉപകാരപ്പെടില്ല ഈ പൈസ. ഫാമിലിക്ക് ഉപകാരപ്പെടുമായിരിക്കും, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ കാലാവധി മെച്യൂരിറ്റി കഴിഞ്ഞ പോളിസി അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പോളിസി ഉപകാരപ്പെടത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് കിട്ടി. അതിന് ഞാനൊരു നിമിത്തമായി എന്ന് ഞാൻ പറഞ്ഞു വന്നതാണ്. അല്ലാതെ ഞാൻ ചെയ്തത് വലിയൊരു കാര്യമൊന്നുമല്ല. ഇത് പല ഏജൻറ്റുമാർക്കും ഉണ്ടായ അനുഭവമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പീരിയൻസ്. അതേപോലെയുള്ള സർവീസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് LICയുമായിട്ട് ബന്ധപ്പെട്ട സർവീസ്, വാഹന ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലുള്ള എന്ത് സർവീസിനും കോൺടാക്റ്റ് ചെയ്യാം. അതേമാതിരി പോളിസി സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഓഫീഷ്യൽസിനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.